രാഷ്ട്രീയത്തില് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടാവുക എൻ്റെ പാർട്ടിക്ക് ഗുണമുള്ള തരത്തിൽ കാര്യങ്ങൾ പോകാനാണ്. ഞങ്ങളാരും ഞങ്ങളുടെ വ്യക്തിപരമായ ലാഭത്തിനനുസരിച്ചല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്തും. പാർട്ടി ഒരു ഒരു സാധാരണ മനുഷ്യന്റെ, തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണ്. ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തില് പാർട്ടി അതാത് സന്ദർഭങ്ങളിൽ അതിന് രൂപപ്പെട്ടു വന്ന മുഹൂർത്ത സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ആണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകും. അപ്പോ അൻവർ 8 വർഷം മുമ്പ് വരുന്നു, അവിടെ ഇടതുപക്ഷത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇടതുപക്ഷത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ സഹകരണത്തോടുകൂടിയാണല്ലോ പോവുക. അപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മോട് സഹകരിച്ച് പ്രവർത്തിച്ച് പോകുന്ന അൻവർ ഇപ്പോ ഞങ്ങളെ എതിർചേരിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അന്ന് ഇടതുപക്ഷാനുകൂലമായ നിലപാടെടുക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് കാണുക, ഇപ്പോ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലേക്ക് കൂടിച്ചേർക്കപ്പെട്ട ഒരാളെന്നുള്ള രീതിയിലാണ് കാണുക. അത് രണ്ടിനും അങ്ങനെ കാണുക, അല്ലാതെ അന്നത്തത് എങ്ങനെ ഇന്നത്തെ എങ്ങനെയെന്നുള്ളതൊന്നും അതിൽ വിഷയമില്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ സഹകരിച്ച് പ്രവർത്തിക്കുക, അല്ല നേരെ എതിർചേരിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് വിമർശിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. ശരി, ഇതിൽ വ്യക്തിപരമായിട്ട് നമുക്കൊന്നുമില്ല. ഞാനൊക്കെ ചെയ്യുന്ന വെച്ചാൽ പാർട്ടി അതാത് കാത്തിരിക്കുന്ന തീരുമാനം നന്നായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അത്രയും. നിങ്ങളിപ്പോ ജലീലിന്റെ ഒരു പരാമർശത്തെ അടർത്തിയെടുത്തിട്ട് അദ്ദേഹത്തെ അൻവറിന്റെ അനുയായിയാക്കരുത്. നിങ്ങൾ ജലീലിനോട് ഇന്ന് വലിയ ക്രൂരതയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടോ. അതൊന്നും പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ പത്രക്കാരല്ലേ, നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കും എന്ന് എനിക്കറിയാം. അതൊരു തെറ്റില്ല. നമ്മളിങ്ങനെ ഒന്നിച്ചു പോകണേ, നമ്മൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ പോവല്ലേ. MLA എന്നുള്ള നിലയിൽ അൻവർ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ദിവസങ്ങളിൽ നല്ലതും അതിന് ശേഷമുള്ള ദോഷം ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഇടതുപക്ഷമായിട്ട് പ്രവർത്തിച്ചത് നല്ലത്, ഇടതുപക്ഷ വിരുദ്ധനായി പ്രവർത്തിക്കുന്നത് മോശം, മഹാമോശം. അങ്ങനെ അല്ല, വിമർശിച്ചാൽ മോശക്കാരനാവില്ല, പക്ഷെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൽപ്പെട്ടാൽ അത് മോശം. വിമർശനമൊക്കെ ആർക്കും വിമർശനം ഇല്ലെങ്കിൽ ലോകം നിൽക്കുമോ? നമ്മൾ എല്ലാത്തിനെയും വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങൾ നോക്കണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ വിമർശിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു വിരോധം നിങ്ങളോട് ചെല്ലും. ഇപ്പൊ നിങ്ങൾ വന്നു നമ്മുടെ പാർട്ടിയെ വിമർശിച്ചു, നമ്മുടെ പാർട്ടി മോശം ആണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു, അതിലൊന്നും തെറ്റില്ല. അതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള മാത്രമല്ല, ആശയവിനിമയം നടത്തണം. ഞങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം. നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ വിമർശിച്ചത് ശരിയുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. ശരിയില്ലാത്തതിന് ശരിയല്ല എന്നങ്ങ് പറയും. അതുകൊണ്ട് വിമർശിക്കുന്നതിനോട് ഒരു വിരോധം ഞങ്ങൾക്കില്ല. ഞങ്ങളിപ്പോ എന്തുമാതിരി വിമർശിക്കുന്നുണ്ട് പല ആൾക്കാർ, നിങ്ങളെ എന്തുമാതിരി വിമർശിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ വല്ല തർക്കമുണ്ടോ? ഒരു തർക്കമില്ല, വളരെ സൗഹൃദം.